സീരിയൽ താരം പാർവതി, സീരിയൽ താരം തന്നെയായിട്ടുള്ള മൃദുലയുടെ അനിയത്തി, കുടുംബ വിളക്കിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയൽ താരത്തിന്റെ ഒരു വീഡിയോ കണ്ടു നോക്കൂ. ഒരു കുഞ്ഞ് കറുപ്പായത് അത് ഇപ്പൊ എന്താ പറയാ, ചിലപ്പോ ജെനറ്റിക്സ് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കൊണ്ടാവാം. അതുകൊണ്ട് അതിന്റെ അച്ഛനോ അമ്മയ്ക്കോ ഇല്ലാത്ത പ്രശ്നം മറ്റുള്ളവർക്ക് ആവശ്യം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വരേണ്ട ആവശ്യമില്ല. യാമി എന്ന് പറയുന്നത് പാർവതിയുടെ മകളാണ്. ആ 2.5 വയസ്സായിട്ടുള്ള കുട്ടിയെ കുറിച്ചിട്ട് ആളുകൾ ഇടുന്ന കമന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. കുട്ടി കറുത്തിട്ടാണ്, അല്ലെങ്കിൽ കുട്ടി മൃദുലയുടെ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുകയാണ്, ഈ കുട്ടി ഭയങ്കര വഴക്കുണ്ടാക്കുന്നു, മറ്റേ കുട്ടി അനങ്ങാതിരിക്കുന്നു, അങ്ങനെ കുട്ടികളെ കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ ബോഡി ഷേമിങ് ചെയ്യുന്ന തരത്തിലുള്ള കമന്റ്സ് ആണ് ആളുകൾ ഇടുന്നത് എന്നാണ് പാർവതി പറയുന്നത്. പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, മോംസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് തുടരെ ഇങ്ങനത്തെ കമന്റ്സ് വരുന്നത് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഒരു ആളുടെ ബോഡി കളർ എന്തായിരിക്കണമെന്ന് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. അത് ജെനറ്റിക്സ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇനി അച്ഛനും അമ്മയെ വെളുത്തിട്ടിരിക്കുക എന്ന് കരുതിയിട്ട് കൊച്ചു വെളുത്തിട്ടിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പൊ ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നവർ ആലോചിക്കണം, ഇത് 2.5 വയസ്സ് മാത്രമുള്ളൊരു കുട്ടിയാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഉർവശി പറഞ്ഞ ആ ഒരു ഡയലോഗാണ്. അതൊന്ന് കേട്ടു നോക്കൂ. വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങ് പോകുന്നു. കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു, മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു അല്ലേ? അപ്പോ അത് എന്റെ ക്രെഡിറ്റ് ആയിട്ട് കണക്കാക്കി ഞാൻ സൗന്ദര്യനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്, അതേപോലെ കാണാൻ കൊള്ളാത്തവരാന്ന് എങ്ങനെയാ പറയുന്നത്? അത് തന്നെ, ഒരു വെളുത്തിരിക്കുക എന്ന് പറയുന്നത് വലിയ മഹത്വമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഇപ്പോഴും പല ആളുകളും ചിന്തിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. കറുത്തിരിക്കുക എന്ന് പറയുന്നത് മോശമാണ്. ഈ 2.5 വയസ്സുള്ള ഒരു കുട്ടിക്ക്, ആ യാമി എന്ന് പറഞ്ഞ കുട്ടിക്ക് ഇഞ്ചെക്ട് ചെയ്ത ആളുകളുടെ കമന്റ്സ്, ഒരു പക്ഷേ കുട്ടി വലുതാകുമ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടി വിചാരിക്കണം, അയ്യോ ഞാൻ കറുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ മോശം കാര്യമാണെന്നായിരിക്കില്ലേ. അത് കുട്ടിയുടെ കോൺഫിഡൻസിനെ ബാധിക്കും. ഞാനൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ഇപ്പോഴും അതുകൊണ്ട് ഈശ്വര മുഖം ഡള്ളായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കറുത്തായിട്ടിരിക്കുന്നത് എന്തോ ഭയങ്കര കുറവാന്നുള്ള ചിന്ത എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം ചെറുപ്പത്തിലെ ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, അയ്യോ കറുപ്പ് എന്നുള്ള രീതിയിൽ. ഈ മലയാളികളുടെ ഒരു ഡബിൾ സ്റ്റാൻഡാണ് ഞാൻ ആലോചിക്കുന്നത്. മീരാനന്ദന്റെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് താഴെ വന്ന് എന്തോരം ബോഡി ഷേമിംഗ് ആയിട്ടുള്ള കമന്റ്സ് ആയിരുന്നു. ഈ മലയാളികൾ തന്നെയാണ് സത്യഭാമ, കലാമണ്ഡലം സത്യഭാമനെ ചീത്ത പറഞ്ഞതെന്നും കൂടി ആലോചിക്കണം. അപ്പം ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് നമ്മൾ എന്തിനാ? ഇപ്പം വെളുത്തിരുന്നാൽ എന്താ വലിയ മഹത്തായിട്ടുള്ള എന്തെങ്കിലും കാര്യം സംഭവിക്കുമോ, അല്ലെങ്കിൽ കറുത്തിരുന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യം സംഭവിക്കുമോ? അതൊന്നും അല്ല. ഒരു ജെനറ്റിക്സ് ആണ് ഈ ഒരു കറുപ്പാണോ വെളുപ്പാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ കുട്ടിയുടെ അച്ഛനെ പോലെയാണ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിന് എന്താണ് പ്രശ്നം? അച്ഛനെ പോലെ കറുത്തു പോയാൽ എന്താണ് കുഴപ്പം? കുട്ടി ആരോഗ്യത്തോടു കൂടി ഇരിക്കണം എന്നല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും പോയി പ്രാർത്ഥിക്കുമോ, ദൈവം എനിക്ക് വെളുത്ത കുട്ടിയെ കിട്ടണമെന്നല്ല ആളുകൾ പ്രാർത്ഥിക്കുന്നത്. നല്ല ആരോഗ്യത്തോടുള്ള കുട്ടിയെ തരണേ എന്നല്ലേ ആളുകൾ പ്രാർത്ഥിക്കുന്നത്. കുട്ടികളൊക്കെ വ്യത്യസ്തരാണ്, അല്ലാണ്ട് ഈ കുട്ടീനെ പോലെയല്ല മറ്റേ കുട്ടി എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യുന്ന കമന്റ്സ് ഒക്കെ എന്തിനാണ് ആളുകൾ ഇടുന്നത്? ഇതും ഈ മലയാളികൾ തന്നെയാണോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്ചര്യം തോന്നുവാണ്. ഇത്രയും വിദ്യാസമ്പന്നരായ, ഇത്രയും വിവരമുള്ള ആളുകൾ പോയിട്ട് കമന്റ് ഇടുകയാണ്, മറ്റേ കുട്ടി പാവം, ഈ കുട്ടി മോശം എന്നുള്ള തരത്തിലുള്ളത്. അങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഇടാതിരിക്കുക. അത് കുഞ്ഞുങ്ങളാണ്, അവർ കുഞ്ഞുങ്ങളാകുമ്പോൾ കുറുമ്പ് കാട്ടും. അല്ലെങ്കിൽ പിന്നെ എല്ലാ കുട്ടികളും ഒരുപോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് ഒരു ഇത്? എല്ലാ കുട്ടികളും ഒരു പൂന്തോട്ടത്തിലെ, നമ്മൾ പറയാറുണ്ട്, പൂന്തോട്ടത്തിലെ പൂക്കൾ ഡിഫറെന്റ് അല്ലേ? അതുപോലെ തന്നെയാണ് മക്കളും ഡിഫറെന്റ് ആണ്, അവരുടെ കഴിവുകളും ഡിഫറെന്റ് ആണ്. എല്ലാം അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ വ്യൂ.